അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. നിരവധി വിശിഷ്ട അതിഥികളൊക്കെ ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ രാജ്യസഭാ എംപിയും ഒളിമ്പ്യനുമായ PT ഉഷ അയോധ്യയിലെത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പുണ്യഭൂമിയായ ശ്രീരാമ ജന്മഭൂമിയിലെത്താൻ തനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് PT ഉഷ പങ്കുവയ്ക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭഗവാൻ ശ്രീരാമന്റെ അനുഗ്രഹമായി തന്നെ കരുതുന്നു. രാമതത്വം നമ്മെ ശരിയായ പാതയിൽ നയിക്കുമെന്നാണ് PT ഉഷ വ്യക്തമാക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് പൂർവികർ ചെയ്ത പുണ്യത്തിന്റെ ഫലമെന്നാണ് PT ഉഷ പറയുന്നതും. അയോധ്യ ഇപ്പോൾ വികസനത്തിന്റെ പാതയിലാണ്. എല്ലാവരും നാളെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമാകണം. വിശ്വാസികളെല്ലാം തന്നെ അവരുടെ സ്വന്തം ഭവനങ്ങളിൽ ദീപം തെളിയിക്കണം എന്നാണ് PT ഉഷ ആഹ്വാനം ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ഏകദേശം 7000-ഓളം പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കായിക താരങ്ങൾ, വ്യവസായികൾ, പത്രപ്രവർത്തകർ, പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാര ജേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അയോധ്യയിലെത്തും. ഇതിനിടെ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് കാസയും രംഗത്തെത്തുകയാണ്. പ്രാണപ്രതിഷ്ഠാ കർമ്മത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും മതസൗഹാർദ്ദ മെഴുകുതിരികൾ തെളിയിക്കപ്പെടണമെന്നും വീണ്ടെടുപ്പിന്റെയും നീതിയുടെയും സന്തോഷത്തിൽ ക്രിസ്ത്യാനികളും ഹൈന്ദവ ജനതയ്ക്കൊപ്പം അണിചേരേണ്ടത് ജനാധിപത്യത്തിനും മതേതരത്തിനും അത്യന്താപേക്ഷിതമാണെന്നുമാണ് കാസ അഭിപ്രായപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ കാസ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ക്രിസ്ത്യൻ മനസ്സുകളിൽ വിലാപവും നൊമ്പരവുമായി തുടരുന്ന ഹഗ്യ സോഫിയുടെ വീണ്ടെടുപ്പിന് രാമജന്മഭൂമിയുടെ വീണ്ടെടുപ്പ് പ്രത്യാശയാണെന്നും ലോകത്തെവിടെയൊക്കെ ഇസ്ലാമിക അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെ അന്യമതസ്ഥരുടെ ആരാധന നിർമ്മിതികൾ തകർത്ത് ഇസ്ലാമിക ആരാധനാലയങ്ങൾ പണിയുകയോ അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് മോസ്കുകളാക്കി പരിവർത്തനം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് കാസ പറയുന്നത്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ രാമായണം അയോധ്യയിൽ എത്തിച്ചു കഴിഞ്ഞു. പുസ്തക വ്യാപാരിയായ മനോജ് സതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമായണം അയോധ്യയ്ക്ക് നൽകിയത്. ഏറ്റവും മനോഹരമായ രാമായണം എന്നറിയപ്പെടുന്ന രാമായണത്തിന്റെ ഈ പതിപ്പിന് 1,65,000 രൂപയാണ് വില. ക്ഷേത്രത്തിന്റെ 3 നിലകളെ സൂചിപ്പിക്കുന്ന തരത്തിൽ 3 പെട്ടികളായിട്ടാണ് രാമായണത്തിന്റെ രൂപം. ഫ്രാൻസിൽ നിർമ്മിച്ച പാറ്റന്റുള്ള അസിഡിന്റെ അംശം അടങ്ങിയിട്ടില്ലാത്ത തരം പേപ്പറുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇറക്കുമതി ചെയ്ത ഒരു പ്രത്യേകം തരം വസ്തു ഉപയോഗിച്ചാണ് പുസ്തകത്തിന്റെ പുറംചട്ട നിർമ്മിച്ചിരിക്കുന്നത്. എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന മഷി ജപ്പാനിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ വാൾനട്ടിന്റെയും കുങ്കുമത്തിന്റെയും തടിയാണ് പുസ്തകത്തിന്റെ രൂപകൽപ്പനയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 45 കിലോഗ്രാം ഭാരമുള്ള രാമായണത്തിന്റെ ഈ പ്രത്യേക പതിപ്പിന് 400 വർഷത്തോളം നശിക്കാതെ നിലനിൽക്കാൻ സാധിക്കുമെന്നാണ് മനോജ് സതി പറയുന്നത്. ഇതുകൂടാതെ രാമായണം അയോധ്യയിൽ എത്തിച്ചുവെന്നും ഏറ്റവും മനോഹരമായ രാമായണം അയോധ്യയിലുണ്ടെന്ന് നിങ്ങൾക്കിനി പറയാമെന്നും ഒപ്പം ഇതിലെ ഓരോ പേജും ഓരോ തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നുമാണ് മനോജ് പറയുന്നത്. ജനുവരി 22-നാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് നിരവധി പുരോഹിതന്മാരെയും രാഷ്ട്രീയ പ്രമുഖരെയും സെലിബ്രിറ്റികളെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ ചടങ്ങിൽ പ്രധാന പൂജകൾ മുഖ്യ പൂജാരിയ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർവഹിക്കുക. പ്രതിഷ്ഠാ ദിവസം വരെ നീളുന്ന വേദപ്രകാരമുള്ള 7 ദിവസത്തെ പൂജകളായിരുന്നു ചൊവ്വാഴ്ച അയോധ്യയിൽ തുടക്കമിട്ടത്. ചടങ്ങുകളുടെ 5-ാം ദിവസമായ ശനിയാഴ്ച ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ ശ്രീകോവിലിൽ സരിയൂ നദിയിലെ പുണ്യജലം ഉപയോഗിച്ച് കഴുകി. അരണിമന്ത എന്ന ചടങ്ങിന്റെ ഭാഗമായി ഒരു വസ്ത്രത്തിന്റെ സഹായത്തോടെ 2 മരപ്പലകൾ ഉപയോഗിച്ച് തീ കത്തിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച യാഗം ആരംഭിച്ചത്. പ്രതിഷ്ഠാ ദിവസം വരെ ഈ യാഗം തുടരുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.